ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങളും ഇതാ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ പതിവ് പോലെ ഞാൻ എൻ്റെ പരിപാടികൾ അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ ചെടീൻ്റെ ഭംഗി ഞാൻ തന്നെ വെറുതെ ഒന്നിങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. രാവിലെ ഇതാ കുട്ടികൾ മദ്രസ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് നേരത്തെ നാസ്ത ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് മദ്രസയിൽ കൊടുത്തു വിടണം. സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഒരു 10 മണി 10:30 വരെയൊക്കെ മദ്രസ ഇപ്പോൾ ഉണ്ടാവലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അവർക്ക് കഴിക്കാനുള്ള നാസ്ത കൊടുത്തു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ എളുപ്പത്തിലാവുന്ന പരിപാടികളൊക്കെ തന്നെയല്ലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മാവ് അരച്ചൊക്കെ വെക്കണം തലേന്ന്. അപ്പോൾ ഞാൻ അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ലേനു. അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് ഭൂരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദാ ഭൂരി ചുടലും പരത്തലും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. നാഫിമോന് മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിച്ചുമോള് മഫ്ത കുത്തലൊക്കെ കഴിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഓളെ ഒരുക്കം അങ്ങനെ നടത്തിങ്ങോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ടേ വേഗം നാസ്ത ആവും കേട്ടോ. പിന്നെ വേഗം ചായയും കടിയും നേരത്തെ തന്നെ ആയിക്കോളും. കുട്ടികൾക്ക് കൊടുക്കേണ്ട ആ ഒരു പേര് കൊണ്ട് തന്നെ എന്തായാലും. അപ്പോൾ രാവിലത്തെ ചായയും കടി ആയാൽ തന്നെ നമ്മളെ പണികൾ വേഗം ബാക്കിയുള്ള പണികൾ നല്ല വേഗം എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ മടിയുള്ള ആൾക്കാരൊക്കെ കുറച്ച് നേരത്തെ എണീച്ചാൽ എന്തായാലും നമ്മളെ പണികളൊക്കെ വേഗം ഒരുങ്ങുമല്ലോ. എന്നാൽ പിന്നെ ഉച്ച കഴിഞ്ഞാൽ മടിച്ചിരിക്കാമെന്ന് പറഞ്ഞ പോലെ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് എടുത്താൽ പിന്നെ എന്താല്ലേ. അപ്പോൾ എടുക്കുന്ന പണികൾ ഒന്ന് വേഗം എടുത്ത് തീർത്തിട്ട് അങ്ങോട്ട് ഇരുന്നാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എൻ്റെ പണികൾ തീർന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികളോട് വേഗം ഒന്ന് വന്നോട്, വണ്ടി പോകുന്നതാണ് ഈ പറയുന്നത് കേട്ടോ. ഓരോ മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് വണ്ടി വരും മേലെ. അപ്പോൾ കുറച്ച് മേലേക്ക് നടക്കണം റോട്ടിലേക്ക്. അപ്പോൾ അവിടുന്ന് വണ്ടി വരും, വേഗം വന്ന് ചായ കുടിക്കുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഓരോ ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് ഓരോ പറഞ്ഞ് വിട്ടാലേ എൻ്റെ ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പം ഞാനിതാവുന്ന കട്ടൻ ചായ നല്ല ഭൂരിയും ചായ എന്തായാലും ചുട്ടിക്കണമല്ലോ. അപ്പം പിന്നെ ചൂടോടെ ഭൂരിയും ചായയൊക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ചില ദിവസം ഞമ്മക്കൊന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ എന്താണ് ഞമ്മക്ക് തന്നെ ഒരു ഉഷാറായിക്കൂലേ, ഇന്ന് വേഗം പണി തീർക്കണം. അപ്പം ഇന്ന് അങ്ങനെ ഒരു ചിന്തയൊക്കെ ഞമ്മക്ക് തന്നെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഒരു മടിയെന്ന് തോന്നിയാൽ പിന്നെ പോയില്ലേ അന്നത്തെ കാര്യം. അപ്പം നമ്മളെ എനർജി നമ്മൾ തന്നെ കണ്ടെത്തുക എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മളെപ്പോഴും നല്ല ഹാപ്പിയായി പോസിറ്റീവായി അങ്ങ് ഇരുന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ല അല്ലേ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്കുള്ളത് നമ്മളെ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഉള്ളത് നല്ല ഇതിലങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്. അപ്പം ഞാനിതാ നിച്ചുമോൾ മദ്രസയിലേക്ക് നാസ്ത കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഓൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഓക്കുള്ളത് ഞാൻ ഇവിടുന്ന് പാത്രത്തിലാക്കിയിട്ട് കൊടുത്തേനി കേട്ടോ. നാഫിമോന് പിന്നെ ഒരു ഭൂരി എടുത്ത് ചായക്ക് കൂട്ടി കുടിച്ചിട്ട് ഓന് മദ്രസക്ക് കൊണ്ടുപോവുകയാണ് പറഞ്ഞു. ഓനക്ക് പിന്നെ എന്തായാലും ഞാൻ കൊടുത്തു വിടലുണ്ട്. കാരണം കുട്ടികളൊക്കെ ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോഴേ ഇനിയിപ്പോൾ ഇവർ കൊണ്ടുപോകാണ്ട് എന്നാലൊരു ഇടങ്ങാറല്ലേ. നിച്ചുമോൾ പിന്നെ ഓളെ കൂട്ടുകാരത്തിലൊന്നും ആരും കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞിട്ട് നോക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓൾ കൊണ്ടുപോയിട്ടില്ലേനു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭൂരിക്കുള്ളതൊക്കെ ഞാൻ കുറച്ച് മാവ് അവിടെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ചുട്ടിട്ടില്ല. ഭൂരി അതിനോണ്ടേ പിന്നെ ചൂടോടെ കഴിക്കാനല്ലേ രസമുള്ളൂ. അപ്പോൾ ഇക്കയും നാസിമോനും എണീച്ചിട്ടില്ല. ഇക്ക രാവിലെ എണീച്ച് ഒന്ന് നടന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്. നാച്ചി നല്ല ഉറക്കമാണ്. അപ്പം ഇനി ഓൻ എണീച്ചിട്ട് ചൂടോടെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേനു കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾക്കുള്ളത് എല്ലാം റെഡിയാക്കി. നാഫിക്കുള്ളത് ഇതാ പാത്രത്തിലാക്കി. നാഫിന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ മാറിപ്പോണതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് പാത്രത്തിലാക്കി ഓരെ പറഞ്ഞയച്ച് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതേനു കേട്ടോ. നല്ലൊരു ഈ രാവിലത്തെ ആ ഒരു പ്രകൃതി ഭംഗി കാണാൻ നല്ല രസമല്ലേ. എൻ്റെ ചെടികളെ ഞാൻ തന്നെ ഒന്ന് ആസ്വദിച്ച് നല്ല ആകാശവും പുറത്തുള്ള വാഴയും ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നതാണ് കേട്ടോ. ചെടികളൊക്കെ കുറേ ആയി തിരിഞ്ഞ് നോക്കാണ്ടായിട്ട് എല്ലാം കുണല്ലാണ്ടായിന്. അപ്പോൾ ഇനി കാര്യമായിട്ട് അതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഉള്ളതൊക്കെ മതി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളതിന് എന്തായാലും നല്ലോണം കൊണ്ട് നടക്കുക. ഇനിയിപ്പോൾ വീടൊക്കെ ആയിട്ട് പിന്നെ നല്ല ചെടികളൊക്കെ ഇനി വേറെ നട്ടുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടേനു. അങ്ങനെ പിന്നെ വേഗം നിച്ചുമോളെ പറഞ്ഞയച്ച് ഞാനും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ആ ചേതിമേലൊക്കെ ഇരുന്നിട്ടുണ്ടേനു. എന്നിട്ട് പിന്നെ മെല്ലെ അടുക്കളയിലേക്ക് വീണ്ടും കയറി വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പ് താളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനു ചോറിന്. അപ്പോൾ പരിപ്പ് താളിച്ചത് വേഗം ചോറും കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടേനു. അപ്പോൾ പരിപ്പ് താളിച്ചതും പിന്നെ വഴുതനങ്ങ ഉണ്ടല്ലോ നമ്മളെ മുറ്റത്ത് എന്തായാലും. അപ്പോൾ അതൊന്ന് പറിച്ച് ഉപ്പേരിയും വെക്കാം. അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. വൈകുന്നേരം കറി വെക്കാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് വേഗം താളിച്ച് റെഡിയാക്കി വെച്ച് പിന്നെ ഭൂരിയും ചായയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ കൂടിയൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ വേഗം ട്ടോ അതെല്ലാം ഒന്ന് സെറ്റപ്പാക്കി എൻ്റെ പണികൾ വേഗം ഒരുക്കണയാണ്. നമ്മൾ കയ്യോടെ ഈ വൃത്തികേടാവണത് അപ്പം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അടുക്കള എപ്പം വൃത്തിയായിട്ടുണ്ടാവുമല്ലോ. ഇത് ഞാൻ രാവിലെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നാച്ചിമോന് അതിൻ്റെ ഇടയിലൊന്ന് വർത്താനം പറയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓനാണ് ഈ പറയുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തോ വേണമെന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ എന്തായാലും മെല്ലെ നിച്ചുമോളെടുത്ത് ഓനെ ഏൽപ്പിച്ചിക്കണ്. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ എടുക്കുകയാണ്. അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കേട്ടോ. ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ അടിച്ചു വാരി മെല്ലെ വൃത്തിയാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുക്കളയാണ് കാര്യമായിട്ടുള്ള ഒരു പണിയെന്ന് പറയാൻ മാത്രം. ബാക്കിയുള്ളതൊക്കെ എല്ലാം ഞാൻ ഒതുക്കി പെറുക്കി അടിച്ചു വാരി തുടച്ചൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ. അതുപോലെ തന്നെ രാവിലെ വേഗം എണീച്ച് കഴിഞ്ഞ പാടന്നെ എല്ലാം എന്താണ് പിന്നെ നമ്മൾ വേഗം ഒതുക്കി പെറുക്കി മടക്കിയൊക്കെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വീട് എപ്പോഴും വൃത്തിയായി നിൽക്കുമല്ലോ. അപ്പം അങ്ങനെ ഒതുക്കി പെറുക്കി ഒക്കെ അടിച്ച് വാരി ലാസ്റ്റ് ഇതാ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വേഗം കഴുകി പെറുക്കി. സിങ്കിൽ പാത്രങ്ങൾ കൂട്ടി ഉണ്ടാക്കി തന്നെ വല്ലാണ്ടൊരു ഇടങ്ങാറായിക്കൂലേ. അത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പോലെ ആയിരിക്കും. അപ്പോൾ വേഗം കൈയോടെ പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് വേണേനു കേട്ടോ പാത്രം കഴുകാൻ. പിന്നെ ഈ ഒരു പിന്നെ ഷീറ്റ് അടിച്ച് ഈ ഒരു വാഷേഴ്സ് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചതുകൊണ്ട് എന്താണ് അധികം അപ്പാപ്പുള്ളത് വേഗം കഴുകി എടുക്കാൻ പറ്റണേ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവില്ല. ഇന്ന് പിന്നെ കുറച്ച് ജഗ്ഗും അതും ഇതൊക്കെ ഉണ്ട് കഴുകാൻ. ഇന്നലെ ഇക്ക ചോറ് വെക്കാൻ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടതിനെ. അപ്പം നാച്ചിക്കുട്ട കുറച്ച് അലമ്പാക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഓനെന്തോ ചോദിക്കുന്നുണ്ട് നിച്ചുമോളോട്. അതെന്തോ അപ്പം തന്നെ എടുത്തു കൊടുക്കാത്തതിനുള്ള കരച്ചിലൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ മെല്ലെ സോപ്പിട്ട് നിച്ചോളെടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കണത്. ഇന്നലെ രാത്രിയൊന്നും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. സമയമില്ലായിട്ടല്ല, എന്തോ ഒരു മടി അങ്ങ് വന്നു പോയി. അതാണ്. എന്തായാലും ഓനെ മെല്ലെ സോപ്പിട്ട് നിച്ചുവിൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പം നിച്ചുവിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ. നാഫിമോനെ പിന്നെ ഈ പരിസരത്ത് എവിടെയും കാണാനില്ല. ഇനി എപ്പോഴാണ് ഓൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് വരികയെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ഈ കൺവട്ടം തന്നെ ഉണ്ടാവും കേട്ടോ, കുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തീർക്കുകയാണ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം വന്നിട്ടുണ്ടായിന് കേട്ടോ. കുറേ ദിവസമായി കുട്ടികൾ പുഴയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയണം, ഒന്ന് പുഴയിൽ പോകാൻ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ മടിച്ചിട്ടുണ്ടായിനെ പുഴയിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു സ്വൈര്യം തരുന്നില്ല കേട്ടോ. പിന്നെ താത്തയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ വൈകുന്നേരം ഒന്ന് ഓരേം കൊണ്ട് പോവാമെന്നുള്ളൊരു തീരുമാനം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഇങ്ങനെ വെറുതെ പോയി നമ്മളൊന്ന് നടക്കുകയും ചെയ്യാം, കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ പെട്ടെന്ന് എന്തായാലും പോകണ്ടെന്ന് വിചാരിച്ച ആ ഒരു തീരുമാനം ഞാൻ പോകാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം മഴ മൂടലൊക്കെയാണ്, മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഉമ്മച്ചി കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ കച്ചറ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ എന്തായാലും അടുക്കളയത്തെ പണികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ചോറും കറിയും ആവാനേ ഉള്ളൂ. കറിയും ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വഴുതനങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതേനു കേട്ടോ. നല്ല വഴുതനങ്ങ ഞാൻ നട്ടതല്ല കേട്ടോ, ഇക്ക നട്ടതാണ്. പക്ഷെ നനച്ചു കൊടുക്കലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതും കുറച്ച് പറിച്ച് കൊടുന്നതിന്. പിന്നെ എന്താണ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് താളിച്ചതും ഉണ്ട്. അപ്പോൾ കറി വെക്കാൻ എന്തായാലും വൈകുന്നേരം വാങ്ങാമെന്ന് പറഞ്ഞതിനുകൊണ്ട് തന്നെ ഉച്ചക്ക് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ നമുക്ക് ചോറ് വയ്ക്കാമല്ലോ. നല്ല താളിച്ചതോ വല്ല ഉണക്ക് പൊരിച്ചതും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഇതാണ് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ ഉപ്പേരിയും പരിപ്പ് താളിച്ചതൊക്കെയാണ് കേട്ടോ ആക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ? പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ ഒന്ന് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് കാണുമ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് കമൻറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തെന്നെ ആയാലും അത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമുക്ക്. കാരണം നമുക്ക് പിന്നീട് വീഡിയോസ് ഇടാനും അല്ലെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്യാനും, വീഡിയോ എടുത്ത് വെച്ച വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്യാനും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനൊക്കെ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് എന്തായാലും കാണുന്നവരെല്ലാവരും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് പിന്നെ കമൻറ്റിലൂടെ ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇക്ക ഇത്ര നേരം പുറകിലിതാ ഭയങ്കര കാര്യപ്പെട്ട പണിയിലേനു. ഒക്കെ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടേന്. അപ്പോൾ വെളിച്ചെണ്ണക്ക് കുറച്ച് നമുക്ക് ആട്ടിക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പൊട്ടിച്ച് ഇപ്പച്ചി മക്കളും കൂടെ അതാ വെയിലത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് പായൊക്കെ ഇട്ടിട്ട്. നമ്മളെ മുറ്റത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണി പാളും. എന്താണെന്ന് വെച്ചാൽ അത് നോക്കി ഒരാൾ ചെയ്തിമേൽ ഇരിക്കേണ്ടി വരും. ഒന്ന് നാച്ചിക്കുട്ടനെ നോക്കേണ്ടി വരും, പിന്നെ വല്ല പട്ടിയും പൂച്ചയൊക്കെ അതിൽ പാഞ്ഞ് കയറി അതിൽ വരുന്നുണ്ടോയെന്ന് അതും നോക്കേണ്ടി വരും.
എന്തായാലും ഇന്നെന്തായാലും മുറ്റത്ത് തന്നെ ഇട്ടോ. പിന്നെ പിറ്റേന്ന് മുതൽ ഞാൻ അനിയൻ്റെ വീട്ടിൽ വാർപ്പിൻ്റെ മേലെ കൊണ്ടുപോയിട്ടതേനു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ മക്കൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുട്ടികൾ നല്ല പുഴയിൽ വെള്ളത്തിൽ ചാടി തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. ചെറിയേറ്റിങ്ങളൊന്നും പിന്നെ ദൂരത്തൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ഓരോ കളി നോക്കിയതാ. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് നല്ലോണം ആ പാറയമേൽ അങ്ങനെ ഇരുന്നു കേട്ടോ. ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടേനു. അതാ നാച്ചിയൊക്കെ വെള്ളത്തിൽ, നാച്ചിക്ക് കുറച്ച് പേടിയുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഓനക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാൻ. പിന്നെ നിച്ചുമോളുള്ളതുകൊണ്ട് അങ്ങനെ നിന്നതേനെ. കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഓനോ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞിട്ട് കയറുന്നും ഉണ്ടായിട്ടില്ല. ആദ്യം കുറച്ച് ഡിമാൻഡ് ആക്കിയതേനു കേട്ടോ. ഈ ഒരു വൈകുന്നേരങ്ങളെ നല്ലൊരു ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബേനു കേട്ടോ. നല്ല എന്താ പറയുക, നമ്മളെ പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ നമുക്ക് ഒന്നെങ്കിൽ ഒരു നല്ലൊരു സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സുഖമായിരിക്കും എന്നല്ലേ പറയുക. എന്തായാലും നല്ലൊരു വൈകുന്നേരമായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഇരിക്കാൻ കാറ്റൊക്കെ കൊണ്ട് നല്ല പ്രകൃതിനെയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് പുരയിലേക്ക് പോന്ന്. അപ്പോൾ എന്തായാലും മഗ്‌രിബിൻ്റെ ആ ഒരു സമയം ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പുരയിലെത്തിയപ്പോൾ. അപ്പോൾ പോയി വന്നപ്പം എല്ലാവർക്കും ഒരു ചെറിയ പൈക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ചായക്ക് വെള്ളം വെച്ചതേനു. ഇനിയിപ്പോൾ ഇക്ക ചിക്കൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചിക്കന് കറിയൊക്കെ ആക്കണം. അപ്പോൾ എന്തായാലും നിസ്കരിക്കാൻ പോണതിൻ്റെ മുന്നേ തന്നെ വേഗം ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതിനുള്ള പരിപാടികളും നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭൂരി ഉണ്ടായി. രാവിലെ ചുട്ട ഭൂരീൻ്റെ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം ഭൂരി ഒന്ന് വേഗം എണ്ണയിലിട്ട് കട്ടൻ ചായം വെച്ചത് കേട്ടോ. നാച്ചിമോന് ചായയിലൊക്കെ മുക്കി അങ്ങനെ തിന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം ചോറും കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറിയും പിന്നെ ആദ്യം തേങ്ങാച്ചോറ് കുക്കറിൽ വേഗം വറ്റിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ അത് വേണ്ട, നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചു. നിച്ചുമോള് പറഞ്ഞു അമ്മച്ചി നെയ്ച്ചോറ് മതിയെന്ന്. എന്നാൽ പിന്നെ എപ്പോഴും തേങ്ങാച്ചോറ് തന്നെ ആക്കിയിട്ട് ഇനിയിപ്പോൾ മടുപ്പ് വേണ്ട വിചാരിച്ചിട്ട് വേഗം കുറച്ച് നെയ്ച്ചോറും വറ്റിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി വേഗം എളുപ്പത്തിലാവാൻ വേണ്ടി എൻ്റെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, കുക്കറിൽ വേഗം ഞാൻ തക്കാളി ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് 2-3 വിസിലടുപ്പിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം എണ്ണയിലിട്ട് മൂപ്പിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ ഒന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നിച്ചുമോക്കൊരു പൂതിയോള് പൊടികൾ ഇട്ടതൊക്കെ ഞാൻ ഇളക്കാന്നുള്ളൊരു പൂതിയും കൊണ്ട് അതിൻ്റെ മേലെ പാഞ്ഞ് കയറിയതേനു കേട്ടോ. അപ്പോൾ എൻ്റെ പൂതി പിന്നെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പണികൾ തീരൂലാണ്ട് ഞാൻ ഓളെ ഇറക്കി വിട്ട് പോയി പഠിക്കാനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയച്ചിക്കണ്. അപ്പോൾ ഞാൻ തന്നെ വേഗം ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കറിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് നെയ്ച്ചോറ് വെക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ അല്ല വേഗം കറി സെറ്റാക്കി ഒക്കെ ഒന്ന് എടുത്ത് പൊടികളൊക്കെ ചേർത്ത് എല്ലാം ഒന്ന് സെറ്റപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചാൽ അത് അവിടുന്ന് അങ്ങനെ വെന്തോളുമല്ലോ. ഇനിയിപ്പോൾ അത് വേവട്ടെ. എന്തായാലും ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവേനു. നാച്ചിമോൻ ഇന്ന് ഫുള്ള് കച്ചറയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഓന് ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യൽ. അപ്പോൾ ഇന്നലെ എനിക്കത് പറ്റിയില്ല. പിന്നെ ഇന്ന് രാവിലെ ഓൻ എണീക്കണതിന് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനും പറ്റിയില്ല കേട്ടോ. ഇന്ന് പിന്നെ മക്കൾക്ക് രാവിലെ നാസ്തയൊക്കെ കൊടുത്ത് മദ്രസയിലേക്ക് വിടണ്ടേ കൊണ്ട് തന്നെ അതിന് ഫോൺ കൊടുത്ത് ഇരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലേനു. അതുകൊണ്ട് എല്ലാവരും ഒന്നും കൂടെ പറയുകയാണ്, ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇതട്ടോ വേഗം ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ ചോറാക്കുന്നത്. കുക്കറിലാണ്. ഒറ്റൊരു വിസിലടുപ്പിച്ചാൽ എന്തായാലും ഒരു നെയ്ച്ചോറ് റെഡി ആയി കിട്ടുമല്ലോ. അപ്പോൾ അതും കൂടെയൊക്കെയാണ് ഇനിയിപ്പോൾ ഉള്ള പണികൾ. അപ്പോൾ സാധാരണ ഞാൻ ഉച്ചക്ക് തന്നെയാണ് കേട്ടോ ചോറും കറിയൊക്കെ ആക്കൽ. അങ്ങനെ വൈകുന്നേരം വലിങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കൽ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. പിന്നെ ഇന്ന് ഉച്ചക്ക് ചോറ് ഉണ്ടേനു. പിന്നെ കറികളൊക്കെ ഒന്ന് തട്ടി കൂട്ടിയൊക്കെ ആക്കി എടുത്തതിനെ കൊണ്ട് തന്നെ ഇക്ക വൈകുന്നേരം സാധനം കൊടുത്ത് വിട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പം പിന്നെ അത് ഉണ്ടാക്കാതെ മടിച്ചിട്ട് കാര്യമില്ലല്ലോ, ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യണ്ടേ. അപ്പോൾ എന്തായാലും അത് നെയ്ച്ചോറും കൂടെ ഒന്ന് ആക്കി എല്ലാം സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഒരു പാട്ട അരിയാണ് എടുത്ത് അതിന് 1.5 പാട്ട വെള്ളവും ഒഴിച്ചിട്ട് ഞാനിതാട്ടോ എല്ലാം ഒന്ന് റെഡിയാക്കി അരിയും ഇട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വിസിൽ വന്നാൽ നമ്മളെ ചോറും അങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ അതിനിപ്പോൾ എല്ലാം ആക്കി കഴിഞ്ഞാലും ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തുണ്ടാക്കി കഴിഞ്ഞാലും വേഗം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. എനിക്ക് എന്താ പറഞ്ഞാൽ എപ്പോഴും അടുക്കള വൃത്തിയായിക്കൊണ്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ പെരങ്ങി കിടക്കുന്നതിനോട് വലിയൊരു താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചും വാരും എന്താ പറയുക ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി ഇടലുണ്ട്.
അങ്ങനെ ഞാൻ പപ്പടവും പൊരിച്ചെടുത്തു, ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു, കറിയും ആയി. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ വരാം.